അമീൻസിൻ്റെ നോമൻക്ലേച്ചർ എങ്ങനെയാണ് നടത്തുക, അല്ലെങ്കിൽ നെയിമിങ് എങ്ങനെയാണ് നടത്തുക? ഇപ്പോൾ ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിനെ പോലെയും അമീൻസിന് കോമൺ നെയിമുണ്ട്, അതുപോലെ തന്നെ IUPAC നെയിമുണ്ട്. അപ്പം ആദ്യമായിട്ട് നമുക്ക് അമീൻസിൻ്റെ കോമൺ നെയിം എങ്ങനെയാണ് എഴുതുക എന്ന് പഠിക്കാം. അപ്പോൾ കോമൺ നെയിം എഴുതുന്നതിന് വേണ്ടിയിട്ട് we have to follow the rule that name of alkyl group plus add the word amine. ഇവിടെ അമീൻസിൻ്റെ കോമൺ നെയിം എഴുതുമ്പോൾ അതിൽ വന്നിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കുക. ആ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് എഴുതുക. അതിനുശേഷം അമീൻ എന്ന് പറയുന്ന വാക്ക് സഫിക്സ് ആയിട്ട് ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് അമീൻസിൻ്റെ കോമൺ നെയിം എഴുതുന്നത്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആഡ് ദ പ്രിഫിക്സ് ഡൈ ഓർ ട്രൈ ബിഫോർ ദ നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്. ഒന്നിൽ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുകൾ പ്രസൻ്റ് ആണ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ ഡൈ അല്ലെങ്കിൽ ട്രൈ എന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരിന് മുൻപിലായിട്ട് എഴുതണം. ഇനി രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകളും ഡിഫറൻ്റ് ആണെങ്കിലോ, അക്കോർഡിംഗ് ടു ആൽഫബറ്റിക്കൽ ഓർഡർ ഏത് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരാണോ ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരം ആദ്യം വരുന്നത് ആ ആൽക്കൈൽ ഗ്രൂപ്പ് വേണം ആദ്യം എഴുതാനായിട്ട്. ഉദാഹരണമായിട്ട് ഒരു അമീനിൽ ഒരു ഈതായിൽ ഗ്രൂപ്പും മീതായിൽ ഗ്രൂപ്പും ഇരിക്കട്ടെ. അപ്പോൾ അക്കോർഡിംഗ് ടു ആൽഫബറ്റിക്കൽ ഓർഡർ ഇ ഈസ് കമ്മിങ് ഫസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈതായിൽ മീതായിൽ അങ്ങനെയുള്ള ഓർഡറിലാണ് ആൽക്കൈൽ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം അമീൻ എന്ന വേർഡ് ആഡ് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആലിഫാറ്റിക് ആയിട്ടുള്ള അമീൻസിൻ്റെ പേര് കോമൺ നെയിം എഴുതാനായിട്ട് സാധിക്കും. അതിന് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യമായിട്ട് തന്നിരിക്കുന്നത് CH3CH2NH2, അതായത് NH2 ഗ്രൂപ്പിലേക്ക് ഒരു ഈതായിൽ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കോമൺ നെയിം എഴുതുക? ഇവിടുത്തെ ആൽക്കൈൽ പാർട്ട് ഈതായിൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഈതായിൽ എന്ന് എഴുതുന്നു. അതിനുശേഷം അമീൻ എന്ന വേർഡ് എഴുതുന്നു. സോ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ഈതായിൽ അമീൻ. അടുത്തത് നോക്കാം. ഇവിടെ CH3NH CH2CH3. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ NH ഗ്രൂപ്പ് രണ്ട് ആൽക്കൈൽ പാർട്ടിനോടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് മീതായിൽ ഗ്രൂപ്പും ഒന്ന് ഈതായിൽ ഗ്രൂപ്പുമാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ആൽഫബറ്റിക്കൽ ഓർഡർ ഇ ഈസ് കമ്മിങ് ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈതായിൽ മീതായിൽ അമീൻ എന്നതിൻ്റെ പേരെഴുതാവുന്നതാണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഇവിടെ നൈട്രജൻ ആറ്റം 3 CH3 ഗ്രൂപ്പിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം എല്ലാ ആൽക്കൈൽ ഗ്രൂപ്പുകളും സെയിം ആണ്. അതുകൊണ്ട് തന്നെ സെയിം ആയിട്ട് വരുന്ന മീതൈൽ എന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ മുൻപിലായിട്ട് അല്ലെങ്കിൽ പ്രിഫിക്സ് ആയിട്ട് ട്രൈ എന്ന് ചേർക്കണം. കാരണം എന്തുകൊണ്ടാണ്? 3 CH3 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ട്രൈ മീതൈൽ അമീൻ. ഇത്തരത്തിൽ ആലിഫാറ്റിക് അമീൻസിൻ്റെ അല്ലെങ്കിൽ ആൽക്കൈൽ അമീൻസിൻ്റെ പേര് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ആരോമാറ്റിക്കിൻ്റെ കേസിലാണെങ്കിൽ ബെൻസീൻ റിങ്ങിൻ്റെ പ്രസൻസ് ഉള്ളതിനെയാണ് നമ്മൾ ആരോമാറ്റിക് എന്ന് വിളിക്കുന്നത് അല്ലേ. സോ ദ സിംപ്ലസ്റ്റ് ആരോമാറ്റിക് അമീൻ ഈസ് അനിലീൻ. അനിലീൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. ഒരു ബെൻസീൻ റിങ്ങിലേക്ക് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള അമീനെയാണ് അനിലീൻ എന്ന് വിളിക്കുന്നത്. C6H5NH2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ അനിലീനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബെൻസീൻ റിങ് ഉള്ള മറ്റ് അമീൻസിൻ്റെ പേര് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കണം. ബെൻസീൻ റിങ്ങിലേക്ക് ഒരു നൈട്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. Nലേക്ക് 2 CH3 ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബെൻസീൻ റിങ്ങിൽ NH2 ഗ്രൂപ്പ് വന്നാൽ അത് അനിലീനാണ്. എന്നാൽ ഇതിലുള്ള 2 ഹൈഡ്രജൻസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2 മീതായിൽ ഗ്രൂപ്പുകൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമൺ നെയിം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമുക്കറിയാം ഇതൊരു അനിലീൻ ഡെറിവേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമൺ നെയിം NN ഡൈ മീതായിൽ അനിലീൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് വന്നിരിക്കുന്നത്? ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീതായിൽ ഗ്രൂപ്പാണ്. 2 മീതായിൽ ഗ്രൂപ്പ് ഉണ്ട്. നൈട്രജൻ ആറ്റത്തിലേക്ക് 2 മീതായിൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് NN ഡൈ മീതായിൽ എന്ന് വന്നത്. ഇതിനെ അനിലീൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ NN ഡൈ മീതൈൽ അനിലീൻ. അപ്പം ഇത്തരത്തിൽ നമുക്ക് ആരോമാറ്റിക് അമീൻസിൻ്റെയും പേര് കോമൺ നെയിം എഴുതാനായിട്ട് സാധിക്കും. അമീൻസിൻ്റെ IUPAC നോമൻക്ലേച്ചർ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് പഠിക്കാം. അപ്പോൾ IUPAC നോമൻക്ലേച്ചർ എഴുതുമ്പോൾ
അതിൽ ആൽക്കൈൽ അമീൻ്റെ കേസിലും എറൈൽ അമീൻ്റെ കേസിലും എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ആൽക്കൈൽ അമീൻസ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ബൈ റീപ്ലേസിങ് ഇ ഓഫ് ദ ആൽക്കെയിൻ വിത്ത് ദ വേർഡ് അമീൻ. അതായത് വളരെ എളുപ്പമാണ്. നമുക്ക് തന്നിരിക്കുന്ന അമീനിലുള്ള ആൽക്കെയിൻ പാർട്ട് ഏതാണെന്ന് നോക്കുക. ആ ആൽക്കെയിൻ പാർട്ടിൻ്റെ പേരിൽ നിന്നും ഇ മാറ്റിയതിന് ശേഷം അമീൻ എന്ന വാക്ക് ആഡ് ചെയ്യണം. ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ CH3NH2 എന്ന ഒരു അമീൻ തന്നിരിക്കുന്നു. CH3 എന്ന് പറയുന്ന മീഥൈൻ, CH3NH2 വരുമ്പോൾ അവിടെ വരുന്ന ആൽക്കെയിൻ ഗ്രൂപ്പ് ഏതാണ്? ആൽക്കെയിൻ. ആൽക്കെയിൻ എന്ന് പറയുന്നത് മീഥൈൻ ആണ് അല്ലേ? മീഥൈൻ്റെ ഇ മാറ്റിയിട്ട് അമീൻ എന്ന് ചേർക്കുക. സോ മെത്തനമീൻ. മെത്തനമീൻ എന്നാണ് CH3NH2ൻ്റെ IUPAC നോമൻക്ലേച്ചർ. അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോകാം. ഇവിടെ CH3 ത്രൈസ് N. എന്നിലേക്ക് 3 CH3 ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ 3 മീഥൈൽ ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ IUPAC നോമൻക്ലേച്ചർ എഴുതുന്നത് നോക്കൂ. ഇവിടെ നൈട്രജൻ ആറ്റത്തിലേക്ക് 3 CH3 ഗ്രൂപ്പുകളായതുകൊണ്ട് തന്നെ ഇതിനെ NN ഡൈമീഥൈൽ മീഥൈനമീൻ എന്ന് എഴുതാം. നൈട്രജൻ ആറ്റത്തിലേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള 2 CH3 ഗ്രൂപ്പുകളെ NN ഡൈമീഥൈൽ എന്ന് എഴുതുന്നു. തൊട്ടടുത്തിട്ടുള്ള അടുത്ത CH3 ഗ്രൂപ്പിനെ മീഥൈൻ എന്ന് എഴുതി അതിലെ ഇ റീപ്ലേസ് ചെയ്തുകൊണ്ട് അമീൻ എന്ന വാക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് അമീൻസിൻ്റെ IUPAC നോമൻക്ലേച്ചർ എഴുതുന്നത്. അതുപോലെ തന്നെ അരൈൽ അമീൻസിൻ്റെ കേസിലാണെങ്കിലോ, അരൈൽ അമീൻസിൻ്റെ കേസിൽ അരൈൽ ഗ്രൂപ്പിൻ്റെ പേരിൽ നിന്നും ഇ റീപ്ലേസ് ചെയ്തുകൊണ്ട് അമീൻ എന്ന വാക്ക് ചേർക്കണം. ഫോർ എക്സാമ്പിൾ ബെൻസീനും NH2 ആണെങ്കിൽ ബെൻസീനിൽ നിന്നും ഇ റീപ്ലേസ് ചെയ്ത് അമീൻ എന്ന് ചേർക്കാം. സോ ബെൻസൻ അമീൻ എന്ന് പറയാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് IUPAC നോമൻക്ലേച്ചർ എഴുതുക. ഇനി ചില അമീൻസിൽ ഒന്നിൽ കൂടുതൽ അമിനോ ഗ്രൂപ്പുകൾ ഉണ്ട് എങ്കിൽ അത്തരം അമീൻസിൻ്റെ നെയിം എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 2 എക്സാമ്പിൾസ് തന്നെ കൺസിഡർ ചെയ്ത് തുടങ്ങാം. ഇത് വളരെ എളുപ്പമാണ്. NH2 CH2 CH2 NH2 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിനെ നമുക്ക് നമ്പർ ചെയ്യാം. നമ്പർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 2 കാർബൺ ആറ്റംസ് ആണുള്ളത്. 2 കാർബൺ ആറ്റംസ് വരുമ്പോൾ ആ ആൽക്കെയിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഈഥൈൻ എന്നാണ് വിളിക്കുക അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഈഥൈൻ എന്ന് എഴുതണം. ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും അമിനോ ഗ്രൂപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് ഈഥൈൻ 1,2 ഡൈഅമീൻ എന്നാണ്. ഇവിടെ ആൽക്കെയിൻ ഗ്രൂപ്പിൻ്റെ ഇ അതുപോലെ തന്നെ നിർത്തിയതിന് ശേഷം അമീൻ ഗ്രൂപ്പിൻ്റെ പൊസിഷൻസ് പറഞ്ഞുകൊണ്ടാണ് പേരെഴുതുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. NH2 CH2 6 times NH2. ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ആണുള്ളത്? 6 കാർബൺ ആറ്റംസ് അല്ലേ? അപ്പോൾ 6 കാർബൺ ആറ്റംസ് വരുമ്പോൾ വരുന്ന ആൽക്കെയിൻ്റെ പേര് ഹെക്സെയിൻ എന്നാണ്. സോ ഹെക്സെയിൻ 1,2 ഡൈഅമീൻ. ഇങ്ങനെയാണ് നമ്മൾ അമീൻസിൻ്റെ കോമൺ നെയിമും IUPAC നെയിമും എഴുതുന്നത്. അമീൻസിൻ്റെ കോമൺ നെയിമും IUPAC നെയിമും എങ്ങനെയാണ് എഴുതുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി ചില അമീൻസിൻ്റെ കോമൺ നെയിമും IUPAC നെയിമും നമുക്കൊന്ന് എഴുതി നോക്കാം. ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ തന്നെ നോക്കൂ. CH3 CH2 CH2 NH2. ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് തന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ഇവിടെ NH2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു അമീൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിം എഴുതുമ്പോൾ ഇതിൽ ആൽക്കൈൽ പാർട്ടിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഏതാണ് ഇതിൽ ആൽക്കൈൽ പാർട്ട്? ഇതിൽ 3 കാർബൺ ആറ്റംസ് വരുന്നതുകൊണ്ട് തന്നെ മെത്ത്, എത്ത്, പ്രൊപ്പ് അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ആൽക്കൈൽ പാർട്ടിൻ്റെ പേരെന്താണ്? പ്രൊപ്പൈൽ അല്ലേ? പ്രൊപ്പൈൽ എന്ന് പറയുന്ന ആൽക്കൈൽ പാർട്ടിൻ്റെ പേരിനോട് കൂടെ അമീൻ എന്ന് ചേർക്കുക. സോ ദ നെയിം, കോമൺ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് പ്രൊപ്പൈൽ അമീൻ. ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ പ്രൊപ്പൈൽ അമീൻ എന്ന് എഴുതാം. അതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? N പ്രൊപ്പൈൽ അമീൻ. ഇതിൻ്റെ IUPAC നോമൻക്ലേച്ചറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ തൊട്ടിട്ട് നമുക്ക് നമ്പർ ചെയ്യാം. അപ്പോൾ NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിന് വേണം ലോവർ നമ്പർ വരാനായിട്ട്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൽക്കെയിൻ? പ്രൊപ്പൈൻ ആണ്. 3 കാർബൺ ആറ്റം വരുമ്പോൾ പ്രൊപ്പൈൻ ആണ്. അതിൽ ഇ മാറ്റിയിട്ട് അമീൻ എന്ന് ആഡ് ചെയ്യണം. ഇവിടെ അമീൻ്റെ പൊസിഷൻ 1 ആയതുകൊണ്ട് പ്രൊപ്പൈൻ 1 അമീൻ എന്ന് ഇതിൻ്റെ IUPAC നെയിം കൊടുക്കാവുന്നതാണ്. അടുത്ത കോമ്പൗണ്ട് ഒന്ന് ശ്രദ്ധിക്കൂ.
C2H5, NC2H5, CH2, 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 CH3. ഇവിടെ N എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് 2 ഈഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ 1, 2, 3, 4 4 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ആൽക്കൈൽ ചെയിനും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. 4 കാർബൺ ആറ്റംസ് പറയുമ്പോൾ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനെ നമുക്ക് ബ്യൂട്ടൈൽ എന്ന് വിളിക്കാം. അപ്പോൾ കോമൺ നെയിം എങ്ങനെയാണ് എഴുതുക? എന്നിലേക്ക് 2 ഈഥൈൽ ഗ്രൂപ്പുകൾ. അപ്പോൾ ഈഥൈൽ എന്ന് വരുമ്പോൾ NN ഡൈ ഈഥൈൽ. അടുത്ത ആൽക്കൈൽ ഗ്രൂപ്പ് ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്, ബ്യൂട്ടൈൽ. അതിനുശേഷം അമീൻ എന്ന വേർഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിം NN ഡൈ ഈഥൈൽ ബ്യൂട്ടൈൽ അമീൻ. ഈ ഒരു കോമ്പൗണ്ടിനെ തന്നെ IUPAC നോമൻക്ലേച്ചർ എങ്ങനെയാണ് എഴുതുക? NN ഡൈ ഈഥൈൽ. തൊട്ടടുത്ത് വരുന്ന അടുത്ത ആൽക്കൈൻ ഗ്രൂപ്പ് ബ്യൂട്ടെയിൻ ആണ്. ബ്യൂട്ടെയിനിലെ E മാറ്റിയിട്ട് അമീൻ എന്ന് ആഡ് ചെയ്യണം. അമീൻ വന്നിരിക്കുന്ന പൊസിഷൻ 1 ആയതുകൊണ്ട് NN ഡൈ ഈഥൈൽ ബ്യൂട്ടെയിൻ 1 അമീൻ എന്ന് എഴുതാം. അടുത്ത കോമ്പൗണ്ടിലേക്ക് പോവാം. NH2 CH CH ഡബിൾ ബോണ്ട് CH2. ഇവിടെ NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് CH ഡബിൾ ബോണ്ട് CH2 എന്നാണ്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് വരുന്നതിനെ നമ്മൾ അല്ലൈൽ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമൺ നെയിമാണ് അല്ലൈൽ അമീൻ. ഒരു പ്രത്യേക തരമാണ്, അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. സോ ഇറ്റ്സ് കോമൺ നെയിം ഈസ് അല്ലൈൽ അമീൻ. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ IUPAC നോമൻക്ലേച്ചർ എഴുതുന്നത്? NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിനെ തൊട്ട് നമുക്ക് നമ്പർ ചെയ്യാം. 1, 2, 3 3 കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിൻ ആണ്. ഈ പ്രൊപ്പെയിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊപ്പ് 2 ഈൻ 1 അമീൻ. പ്രൊപ്പ് 2 ഈൻ സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്, ഫസ്റ്റ് പൊസിഷനിൽ അമീൻ ഗ്രൂപ്പ്. പ്രൊപ്പ് 2 ഈൻ 1 അമീൻ. അടുത്ത കോമ്പൗണ്ട് ഒന്ന് കൺസിഡർ ചെയ്യൂ. ബെൻസീൻ റിങ്ങിലേക്ക് ഒരു ബ്രോമിൻ ആറ്റവും NH2 ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. രണ്ടും തമ്മിൽ പാരാ പൊസിഷനിലാണ്. അപ്പോൾ നമുക്കറിയാം ബെൻസീൻ റിങ്ങിലേക്ക് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതിനെ നമുക്ക് അനിലീൻ എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമൺ നെയിം പാരാ ബ്രോമോ അനിലീൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ കോമൺ നെയിം എഴുതുമ്പോൾ ഓർത്തോ, മെറ്റാ, പാരാ എന്ന് പറയുന്ന വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ IUPAC നോമൻക്ലേച്ചർ എഴുതുമ്പോഴോ ഇതിൻ്റെ നമ്പർ വേണം സൂചിപ്പിക്കാനായിട്ട്. NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് 1 എന്ന് കൊടുത്താൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്യുന്ന കാർബണിന് 4 എന്ന് വരും. സോ 4 ബ്രോമോ, ഇതെന്ത് റിങ്ങാണ്? ബെൻസീൻ ആണ് അല്ലേ? ബെൻസീൻ അമീൻ. 4 ബ്രോമോ ബെൻസീൻ അമീൻ എന്നാണ് IUPAC നോമൻക്ലേച്ചർ. ഇതിനെ തന്നെ 4 ബ്രോമോ അനിലീൻ എന്നും സാധാരണയായിട്ട് പറയാറുണ്ട്. അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നത് ബെൻസീൻ റിങ്ങിലേക്ക് NCH3 ട്വൈസ്. ബെൻസീൻ റിംഗ് ഈസ് അറ്റാച്ച് വിത്ത് NCH3 ട്വൈസ്. നമുക്കറിയാം ബെൻസീൻ റിങ്ങിൽ NH2 ഗ്രൂപ്പ് വന്നാൽ അനിലീൻ എന്ന് വിളിക്കുന്നു. അനിലീനിൽ H മാറിയിട്ട് അവിടെ CH3 വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് NN ഡൈമീഥൈൽ അനിലീൻ എന്ന് പറയാം. NN ഡൈമീഥൈൽ അനിലീൻ. ഇതിൻ്റെ IUPAC നോമൻക്ലേച്ചർ വരുമ്പോഴോ അനിലീൻ എന്നതിനെ നമ്മൾ ബെൻസീൻ അമീൻ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എൻ്റെ IUPAC നോമൻക്ലേച്ചർ NN ഡൈമീഥൈൽ ബെൻസീൻ അമീൻ. അടുത്ത ഒരു കോമ്പൗണ്ടിലേക്ക് പോവാം. ഇവിടെ ബെൻസീൻ റിങ്ങിലേക്ക് NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതായത് ഒരു അനിലീനാണ്. അനിലീൻ്റെ NH2 ഗ്രൂപ്പിന് ഓർത്തോ പൊസിഷനിലായിട്ട് ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരെങ്ങനെയാണ് വരിക? നമുക്കറിയാം ബെൻസീൻ റിംഗ് അറ്റാച്ച് ടു NH2 എന്ന് പറയുന്നത് അനിലീനും ബെൻസീൻ റിംഗ് അറ്റാച്ച് ടു CH3 എന്ന് പറയുന്നത് ടൊളുവീനുമാണ്. അപ്പോൾ ഇതിന് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരുന്ന ഒരു പേരാണ് ഓർത്തോ ടൊളുവിഡീൻ. ഇവിടെ ഗ്രൂപ്പുകൾ തമ്മിൽ ഓർത്തോ പൊസിഷനിലായതുകൊണ്ട് ദിസ് ഈസ് ഓർത്തോ ടൊളുവിഡീൻ എന്നാണ് ഇതിൻ്റെ കോമൺ നെയിം. IUPAC നോമൻക്ലേച്ചർ വരുമ്പോൾ ഇവിടെ ടൊളുവീൻ എന്നതിനെ ഒരു സ്റ്റാൻഡേർഡ് കോമ്പൗണ്ട് ആയിട്ട് എടുക്കുകയും NH2 ഗ്രൂപ്പിന് സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന CH3 ഗ്രൂപ്പിനാണ് ഫസ്റ്റ്.
പ്രയോറിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിന് 1 നമ്പർ എന്ന് കൊടുക്കുന്നു. NH2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിന് അടുത്ത ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ചെയ്യുന്നു. സോ ദ IUPAC നോമൻക്ലേച്ചർ ഈസ് 2-amino-toluene. അപ്പോൾ ഇങ്ങനെയുള്ള റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള അമീൻസിൻ്റെ കോമൺ നെയിമും IUPAC നെയിമും എഴുതാനായിട്ട് സാധിക്കും.